ഏകദേശം നമ്മുടെ ഇത് ഇൻക്യുബേറ്ററാണ്. നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 20 ദിവസമായി. 20 ദിവസത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം എന്താണ്. നമ്മുടെ ഇവിടെ ഈർപ്പമൊക്കെ ഇങ്ങനെ ഇതായിരുന്നുണ്ട്. അപ്പോൾ കറക്റ്റാണ്, ഈർപ്പം വരുന്നുണ്ട്. നമ്മുടെ സെറ്റിങ്സ് എല്ലാം ഓക്കെയാണ്. ഇത് ലൈറ്റിൻ്റെ ആണ്. നമ്മൾ ഉള്ളിൽ ഒരു ലൈറ്റ് കൊടുത്ത അതിൻ്റെ സ്വിച്ച്, ബാക്കി 3 സ്വിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ സ്വിച്ചും, പിന്നെ ആ മോട്ടറിൻ്റെ സ്വിച്ചും, പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലത്തെ ഫാനിൻ്റെ സ്വിച്ചും, ഇതിൻ്റെ സ്വിച്ചും. ഏകദേശം നമ്മളിപ്പോൾ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. നമ്മുടെ മുട്ടകത്ത് നമ്മൾ 40 മുട്ടയോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 23 മുട്ടയേ ഉള്ളൂ. കാരണം എന്താണെന്ന്, കുറച്ച് മുട്ട പാഴായിട്ട് നമ്മൾ എടുത്ത് മാറ്റി കളഞ്ഞു. 3-4 ദിവസത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ്, പഴയ എടുത്ത് കളഞ്ഞ്. അപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. ഒരു 2-3 ദിവസത്തിൽ നമ്മൾ വിരിയുന്ന വീഡിയോ ആയിട്ട് വരും. പിന്നെ ഇവിടെ 2 മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ കേട് പോലെയാണ് കണ്ടത്. അത് കേടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 2 ദിവസത്തോളം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നു. 2-3 ദിവസത്തിൽ കറണ്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഏകദേശം നോക്കുമ്പോൾ തന്നെ കുറേ മുട്ടകൾ പാഴായിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റി വെച്ച് കുറേ എണ്ണം എടുത്ത് കളഞ്ഞ് ഇന്നലെ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ 2 കൂടി കേടായിട്ടുണ്ട്. നിലവിൽ ഇത്ര മുട്ടയേ ഉള്ളൂ. ഹായ് ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതമാണ്. നമ്മളിപ്പോൾ ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ കണ്ട്. ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ ആയിട്ടല്ല വന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഇൻക്യുബേറ്റർ എങ്ങനെയുണ്ടെന്നൊരു അവസ്ഥ നമ്മൾ കാണിച്ചു തന്നതാണ്. അപ്പോൾ നമ്മളെ ഇൻക്യുബേറ്ററിൻ്റെ അത് ഫുൾ ഉണ്ടാക്കുന്ന വീഡിയോ മൊത്തം നമ്മുടെ യൂട്യൂബിൽ ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടാലേ നമുക്ക് ഇപ്പോഴത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് മാക്സിമം നമ്മൾ കണ്ടു കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 2 ദിവസത്തെ കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ കറണ്ട് പോയാന്ന് നമുക്ക് വീട്ടിൽ ഭയങ്കരമായ പ്രശ്നമായിരുന്നു. മൊബൈലിലാണ് ടോർച്ച് അടിച്ചത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു ഒരു എമർജൻസി, നമുക്ക് ചെറിയ ചിലവിൽ ഒരു എമർജൻസി എങ്ങനെ ഉണ്ടാക്കാനാണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻക്യുബേറ്റർ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് നമ്മുടെ മിനി എമർജൻസി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമ്മുടെ ചെറിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്ക്രൂ ഒക്കെ വരുന്ന ഷോപ്പിൽ സ്ക്രൂ ഒക്കെ വരുന്ന ചെറിയൊരു ബോക്സാണ്. ഇത് ചെറിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പാനൽ, ഈ ലൈറ്റിൻ്റെ പാനൽ എടുത്തിട്ടുണ്ട്. അല്ലെന്ന് പറഞ്ഞാൽ ചെറിയ ഇതാണ് നമ്മുടെ പഴയ ഒരു ബൾബിൻ്റെ, അടിച്ചുപോയ ബൾബിൻ്റെ ഒരു പാനലാണ്. DC-യിൽ AC-യിലും കത്തുന്നതാണ്. എമർജൻസി ബൾബാണ് ഇത് വരുന്നത്. ഇത് അടിച്ചു പോയിട്ട് മൂലക്കിട്ട ബൾബാണ്. അതിൻ്റെ ഒരു പാനൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് സ്പോട്ട് ഉണ്ട്. ഇതൊരു ചാർജിങ് സ്പോട്ടാണ്. അതിന് പിന്നെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ചെറിയൊരു സ്വിച്ച് വേണം. പിന്നെ വരുന്നത് ചെറിയൊരു ഡിയോഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഡിയോഡാണ് വരുന്നത്. ഇത് ചാർജർ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഡിയോഡ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു 1K റെസിസ്റ്ററും ഉണ്ട്. 1K റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജിങ് സ്പോട്ട്, ഇത് ചാർജ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ബൾബ് കൊടുക്കാനാണ് ഇത് കൊടുക്കുന്നത്. ചെറിയൊരു ബൾബ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ചെറിയൊരു ബൾബ് നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് കുറച്ച് വലിപ്പമുള്ളത് എടുത്തിട്ടുണ്ട്. അത് ചാർജ് കയറുന്നുണ്ടോ ഇല്ലെന്ന് മനസ്സിലാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പോൾ നിലവിൽ എമർജൻസി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സിൽ ചെറിയൊരു ഇവിടെ ഒരു സ്വിച്ച് പിടിപ്പിക്കാനും, പിന്നെ ഇവിടെ ഒരു ചാർജിങ് സ്പോട്ട് ഫിറ്റ് ആക്കാനും ഈ ചെറിയൊരു ഹോൾ ഇടേണ്ടി വരും. ആ ഹോളിൽ നിന്ന് നമുക്ക് ഈ ഷോൾഡറിങ് കണ്ണിൽ തന്നെ ഹോൾ ഇടാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ സ്വിച്ചും ഇതും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഫിറ്റ് ചെയ്തു, അതിൻ്റെ ചാർജിങ് സ്പോട്ട് ഫിറ്റ് ചെയ്തു. ഇവിടെ ചെറിയൊരു ഇൻഡിക്കേറ്ററിന് ചെറിയൊരു ബൾബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു റോള് നമ്മൾ ഇൻഡിക്കേറ്റർ റോൾ ഇടുന്നുണ്ട്. ഗൈസ്, നമുക്ക് എന്നിട്ട് ഇത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഈ സൈഡ് ഫുള്ള് ഫില്ല് ചെയ്യണം. ഇത് പറഞ്ഞു വരാതിരിക്കാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കേണ്ടതുണ്ട്. നമുക്ക് ഗ്ലൂ ഗണ്ണ് ഒട്ടിച്ച് അത് ക്ലിയർ ആക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് ഇട്ടിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പാനൽ ചെറുതായിട്ട് ഹീറ്റാവും. അത് ഹീറ്റാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉരുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മരത്തിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോൾ എന്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ഇങ്ങനെ സ്ക്രൂ കൊടുക്കാൻ വേണ്ടി ഹോൾ ഇട്ടിട്ട് ഇതിവിടെ ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നേരെ ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഗ്ലൂ ഗൺ ഇട്ടിട്ട് നമുക്ക് നേരെ ഇത് ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഒട്ടിച്ച് കൊടുത്തിട്ട് ഇവിടെ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ വയർ നേരെ ഉള്ളിലോട്ട് എടുക്കാൻ വേണ്ടി ഇത് നേരെ ഗ്ലൂ ഗൺ ഇവിടെ ഒട്ടിക്കാം. ഏകദേശം അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ ഒട്ടിക്കുന്നതാണ്. ഇവിടെ കുറച്ച് ഗ്ലൂ ഗൺ ഇടുന്നുണ്ട് ഇതൊന്ന് ഒട്ടിക്കാൻ വേണ്ടി. തടിയൊന്നും ഒട്ടാൻ വേണ്ടി ഗ്ലൂ ഗൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാറ്ററി നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. ബാറ്ററി ഫിറ്റ് ചെയ്യാൻ നമുക്ക് ചെറിയതായിട്ട് ഗ്ലൂ ഗൺ ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്യാം. ഏകദേശം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഡിയോഡ് ഒന്ന് ഫിറ്റ് ചെയ്യണം. ഇത് നമുക്ക് നേരെ വരുന്നത് നേരെ കറണ്ടിലോട്ടാണ്. നമ്മുടെ ചാർജിങ് സ്പോട്ട് ഇത് നേരെ ബാറ്ററി. നമുക്ക് ഇത് നേരെ കറണ്ടിലോട്ടും ഇത് കറണ്ടിൽ നമുക്ക് ചാർജിങ് സ്പോട്ടും നേരെ ബാറ്ററിയിലോട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാറ്ററിയിലോട്ട് കൊടുക്കുമ്പോൾ ആദ്യം പ്ലസ്സിലോട്ട് കൊടുക്കാം. നമുക്ക് ഈ പ്ലസ്സിൽ നിന്ന് നേരെ ഇങ്ങനെ കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് നേരെ ചാർജിങ്ങിൻ്റെ സ്പോട്ടിലേക്ക് ഫിറ്റ് ചെയ്യാം. മൈനസ് നേരെ മൈനസിലേക്കും
മൈനസ് നേരെ അടുത്ത മൈനസിൻ്റെ ബാറ്ററിയിലോട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വിച്ച് ഇതാ കാത്തിയിട്ടുണ്ട്. ഇതുണ്ട് നമ്മുടെ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. ഇത് ഓഫ് ഓണ് ഓഫ് ഓണ്. ഗൈസ് അപ്പോൾ നമ്മുടെ എമർജൻസി റെഡി ആയിട്ടുണ്ട്. മിനി എമർജൻസിയാണ്, നല്ല ബ്രൈറ്റ് ഉണ്ട്. നമുക്ക് രാത്രി തന്നെ 7 വാട്ട്സ് വരെ ഇതിനകത്ത് ഇത് വരുന്നുണ്ട്. കാരണം നമ്മൾ എടുത്തത് നമ്മുടെ മറ്റേ ഇതിൻ്റെ ആയിരുന്നു, മിനി എമർജൻസി ലൈറ്റ് ബൾബിൻ്റെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ബൾബിൻ്റെ ആയതുകൊണ്ട് സെയിം ബ്രൈറ്റ്നസ് കിട്ടും. പിന്നെ അതുമല്ല 3 ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. 3 ബാറ്ററി ഏകദേശം നമുക്ക് 5 മണിക്കൂറുള്ള ലൈഫ് കിട്ടും. അതുമല്ല നമുക്കിപ്പോൾ ഇത് നമുക്ക് നേരെ നമുക്ക് ചാർജ് ആവുന്നത് ചെക്ക് ചെയ്യാം. നമ്മുടെ ചാർജിങ് സാധാ സാംസങ്ങിൻ്റെ പിന്നാണ് എടുത്തേക്കുന്നത്. സാധാ ചാർജർ എടുത്തിട്ടുണ്ട്. ചാർജർ നമ്മൾ ഇതിലോട്ട് കുത്തുന്നത് നേരെ ഇതിലോട്ട് കുത്തുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ ചാർജ് വരുന്നുണ്ട്. നമ്മൾ റെഡ് ഇൻഡിക്കേറ്ററാണ് കൊടുക്കേണ്ടത്, പക്ഷേ റെഡ് നമ്മുടെ അടുത്ത് കിട്ടാത്തതുകൊണ്ട് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ബ്രൈറ്റ്നസ് ഗൈസ്. അപ്പോൾ നമുക്കിതാ ഇത് നമ്മൾ ചെറിയൊരു ബാക്കിൽ ആണിക്ക് കൊളുത്തിടാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എവിടെ ആണെങ്കിലും കൊളുത്തിയിട്ട് നമുക്ക് ലൈറ്റ് ഇതാക്കാൻ പറ്റും. ചെറിയതായിട്ടില്ല വേണ്ട, ഇങ്ങനെ കൊളുത്തിട്ടിട്ട് സ്വിച്ച് ഇടുവാണെങ്കിൽ അവിടെ നിന്നോളും. സ്വിച്ച് ഓണാക്കി ആക്കാൻ വേണ്ടി ഇതാക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് ഇത് ആർക്കും എവിടെയും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചെറിയൊരു ഏകദേശം ഒരു 20-25 രൂപ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന മിനി എമർജൻസിയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാക്സിമം ട്രൈ ചെയ്യുക, ഉണ്ടാക്കുന്ന ഇത് മാക്സിമം ട്രൈ ചെയ്യുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, വലിയ കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ കാണുന്നതായിരിക്കും.